सत्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैवायनो विदहगातरयतुहाव तत्रेति तन्मयतया तदवोऽग्ने दुस्तं സർവഭൂതഹൃദയം. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ഭീഷ്മസ്തുതി ഇന്നലെ തീർന്നില്ല. 40 ശ്ലോകം വരെയാണായത്. 41 മുതൽ നിൽക്കാം. മുന്നിഗണ നൃപവര്യഫങ്കുലേന്തസ്വദഫയുധിഷ്ഠിരരാജസൂയേഷാം അരിഹണമുപപേതൈക്ഷണീയോ മമ ദിശി ഗോചരേഷ ആവിരത്മാം. മുനിഗണ നൃപവര്യഫങ്കുലേ, മുനിഗണങ്ങൾ, മുനിങ്ങളുടെ സമൂഹം. നൃപവര്യന്മാർ രാജശ്രേഷ്ഠന്മാർ, മുനിഗണങ്ങൾ നൃപവര്യന്മാർ. ഇവർ ഫങ്കുലമായ നിറഞ്ഞിരിക്കുന്നു. അന്തഫദഫി, ഫദഫിന്റെ നടുക്ക്. യുധിഷ്ഠിര രാജസൂയ, യുധിഷ്ഠിരന്റെ രാജസൂയത്തിന്റെ ഫദഫിന്റെ നടുക്ക് ഋഷിശ്രേഷ്ഠന്മാരും രാജ സമൂഹങ്ങളും നിരന്നിരിക്കുമ്പോൾ മുനിഗണ നൃപവര്യ ഫങ്കുലേ അന്തഫദഫി യുധിഷ്ഠിര രാജസൂയ. രാജസൂയേന്ന് സപ്തമിയാണ്. പദം പിരിക്കുമ്പോ അങ്ങനെ തന്നെ പറയണം. പക്ഷെ വായിക്കുമ്പോ സൂയ എന്ന് വായിച്ചാൽ മതി. കാരണം ഏകാരം ലോപിച്ചു പോകുന്നതാണ്. ഏഷാം എന്നുള്ളത് അപ്പുറത്ത് ഏകാരം ഇരിക്കുമ്പോൾ ഇപ്പുറത്തുള്ള ഏകാരം ലോപിച്ചു പോകും. അതുകൊണ്ട് യുധിഷ്ഠിര രാജസൂയ ഏഷാം എന്ന് വായിച്ചാൽ അർത്ഥം പറയുമ്പോൾ രാജസൂയ എന്നല്ല, രാജസൂയേ എന്നാണ്. രാജസൂയത്തിൽ, യുധിഷ്ഠിരന്റെ രാജസൂയത്തിൽ, സദഫിൽ മുനിഗണ നൃപവര്യ ഫങ്കുലേ, മുനിഗണങ്ങളും നൃപവര്യന്മാരും നിറഞ്ഞിരിക്കുന്ന ആ രാജസദസ്സിൽ ഏഷാം അവരുടെ അർഹണം ഉപപേദേ, അർഹണം ആതിഥ്യം, പൂജ. അത് ഉപപേദേ പ്രാപിച്ചു. അവിടെ അങ്ങനെയാണ്, ഉപപേദേ എന്നാണ് പദം. ഇപ്പുറത്ത് ഈകാരം ഇരിക്കുന്നതുകൊണ്ട് അവിടെ ഏകാരം ലോപിച്ചു പോയതാണ്. വായിക്കുമ്പം അർഹണം ഉപപേദ എന്ന ആകാരം വായിച്ചാൽ മതി. അർത്ഥം പറയുമ്പോൾ ഉപപേദേ എന്ന് പറയാം. പ്രാപിച്ചു എന്നർത്ഥം. അർഹണം ഉപപേദേ. ഇനിയും വർണ്ണിക്കുന്നത് യുധിഷ്ഠിരന്റെ രാജസൂയിൽ വെച്ച് കണ്ട കൃഷ്ണ സ്വരൂപത്തെയാണ്. എല്ലാ മഹർഷിമാരും രാജാക്കന്മാരും നിറഞ്ഞിരിക്കുന്ന യുധിഷ്ഠിരന്റെ രാജസൂയം എന്ന സദസ്സിൽ വെച്ച് അവരുടെ അർഹണം സ്വീകരിച്ചു. അവരുടെ പാദപൂജയെ ഭഗവാൻ സ്വീകരിച്ചു. ഈക്ഷണീയോ, കാണപ്പെടുവാൻ യോഗ്യനായിരുന്നു, കാണാൻ യോഗ്യനായ, ഈക്ഷണീയനായ അങ്ങ് മമ ദിശി എന്റെ കണ്ണിൽ, ഗോചര എന്റെ കണ്ണിൽ ഗോചരനായി, ഏഷ ഇവൻ, ഈ ആത്മാവ്. ആവിഹി എന്നുവെച്ചാൽ ആവിർഭവിച്ചു, പ്രത്യക്ഷപ്പെട്ടു. ആത്മാ, ഏഷ ആത്മാ, ഈ പരമാത്മചൈതന്യ സ്വരൂപനായ ഭഗവാൻ മമ ദിശി ഗോചര ആവിഹി, എന്റെ കണ്ണിൽ ഗോചരനായി ആവിർഭവിച്ചു എന്നുവെച്ചാൽ എനിക്ക് കാണാൻ സാധിച്ചു എന്നർത്ഥം. ഇപ്പോൾ ഞാൻ കാണുന്നത് യുധിഷ്ഠിരന്റെ രാജസൂയത്തിൽ ജഗൽ പൂജ്യനായ ഭഗവാൻ, എല്ലാവരാലും പൂജിക്കപ്പെടുന്ന ആ മാഹാത്മ്യത്തിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഭഗവത് സ്വരൂപത്തെ ആര് കണ്ടാലും ബഹു ആശ്ചര്യകരമാണ് ഈ സ്വരൂപം എന്നിങ്ങനെ കീർത്തിക്കത്തക്ക മട്ടിൽ എല്ലാവരും അതിശയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗ്രപൂജയ്ക്ക് ആ സ്ഥാനത്തിരുത്തി യാതൊരു ഭഗവാനെയാണോ എല്ലാവരും കാല് കഴുകിച്ച് പൂജിച്ചത്, ആ ഭഗവാൻ എനിക്കിപ്പോൾ ദൃഷ്ടിഗോചരനായിരിക്കുന്നല്ലോ. എന്റെ ഭാഗ്യം അത്ഭുതകരം. സദസ്സിലിരുന്ന എല്ലാ രാജാക്കന്മാരും ഋഷിമാരും ഭഗവാനെ പൂജിച്ചു.
പിന്നെ എല്ലാവരാലും പൂജ്യനായിരിക്കുന്ന ഭഗവാൻ ഇതാ ഇപ്പം എന്റെ മുമ്പിൽ ധാരാളം മഹർഷിമാരുടെയും രാജാക്കന്മാരുടെയും ഇടയിൽ എന്റെ മുമ്പിൽ ആ ഭഗവാൻ അന്ന് ഞാൻ യുധിഷ്ഠിര രാജഭൂയത്തിൽ കണ്ടതുപോലെയുള്ള ഭഗവത് സ്വരൂപത്തെ ഇതാ എന്റെ മുമ്പിൽ ഞാൻ ഇപ്പൊ കാണുന്നു. അത് എന്റെ മുമ്പിൽ ആവിർഭവിച്ചിരിക്കുന്നു. ഏഷ ആത്മാ മമ ദിശി ഗോചര ആവിഷ്. ഈ ആത്മാവ്, ഈ ആത്മസ്വരൂപനായ ഭഗവാൻ എന്റെ കണ്ണിൽ ഗോചരനായി ആവിർഭവിച്ചിരിക്കുന്നല്ലോ. അപ്പോ അത്ഭുതം തന്നെ, ആശ്ചര്യം തന്നെ. മുനിഗണർപവര്യഫങ്കുലേന്തഫദഫയുധിഷ്ഠിരരാജസൂയേഷാം അരിഹണമുപപേദ ഈക്ഷണീയോ മമ ദിശി ഗോചരേഷ ആവിരാത്മാം. മുനിഗണർപവര്യഫങ്കുലേന്തഫദഫയുധിഷ്ഠിരരാജസൂയേഷാം അരിഹണമുപപേദ ഈക്ഷണീയോ മമ ദിശി ഗോചരേഷ ആവിരാത്മാം. മുനിഗണനൃപവര്യഫങ്കുലേന്തഫദഫയുധിഷ്ഠിരരാജസൂയേഷാം അർഹണമുപപേദ ഈക്ഷണീയോ മമ ദിശി ഗോചരേഷ ആവിരാത്മാം. തമിമമഹമജം ശരീരഭാജാം ഹൃദിഹൃദിധിഷ്ഠിതമാത്മകൽപ്പിതാനാം പ്രതിദിശമിവ നൈകഥർക്കമേവം സമധിഗതോസ്മി വിധൂതഭേദമോഹ. തം ഇമം അഹം അജം, തമിമമഹമജം, തം ഇമം അഹം അജം. അഹം ഞാൻ, ഇമം അജം തം ഈ അജനായ അവനെ, ജനിക്കാത്തവനായ അവനെ, ജനനമരണാദികൾ ബാധിക്കാത്തവനായ ഭഗവാനെ, ശരീരഭാജാം ഹൃദിധിഷ്ഠിതം ശരീരം സ്വീകരിച്ചിരിക്കുന്ന സകല ജീവാത്മാക്കളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന, ശരീരഭാജാം ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നവരുടെ ഹൃദയത്തിൽ, ഹൃദി ആവർത്തിച്ചത് ഹൃദയം തോറും എന്ന് കിട്ടാനാണ്. ധിഷ്ഠിതം അധിഷ്ഠിതം സ്ഥിതി ചെയ്യുന്ന, ഇരിക്കുന്ന, അധിവസിക്കുന്ന, അങ്ങയുടെ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എല്ലാ ജീവാത്മാക്കളുടെയും ഹൃദയത്തിൽ അങ്ങുണ്ട്. സകലരുടെയും ഹൃദയസ്ഥാനത്തിലുള്ള ഒരു ഗുഹയിൽ ആണ് ഭഗവാന്റെ അധിവാസം എന്ന് ഈശ്വര സർവഭൂതാനാം ഹൃദയശ അർജുന തിഷ്ഠതി എന്ന ഗീതയിൽ ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്. എല്ലാവരുടെയും ഹൃദയത്തിലാണ് ഈശ്വരൻ ഞാൻ സ്ഥിതി ചെയ്യുന്നത് എന്ന്. അങ്ങനെ ശരീരഭാജാം ഹൃദിധിഷ്ഠിതം അജം തം ഇമം അജനായ ഇവനെ എല്ലായിടത്തും ജനിച്ചതുപോലെ കാണും, പക്ഷെ ജനിച്ചിട്ടുള്ളതല്ല. ഒന്ന് തന്നെ പല പാത്രങ്ങൾ കോരി വെക്കുന്നുണ്ടാണ്. ഒരു കിണറ്റിൽ നിന്നും 100 പാത്രത്തിൽ വെള്ളം കോരി വെച്ച് കഴിഞ്ഞാൽ 100ഉം പുതിയ വെള്ളമാണെന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. ഒരു വെള്ളം തന്നെ പല പാത്രങ്ങൾ നിറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ഈശ്വരൻ തന്നെ കോടാനുകോടി ജീവജാലങ്ങളിൽ അവരുടെ ഹൃദയസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ അങ്ങ് ജനിച്ചു എന്ന് പറയാൻ ആവില്ല. അതുകൊണ്ട് അങ്ങ് അജനാണ്. തമിമമഹമജം ശരീരഭാജാം ഹൃദിധിഷ്ഠിതമാത്മകൽപ്പിതാനാം പ്രതിദൃശമിവ ഓരോരുത്തരുടെയും കണ്ണുകൾ തോറും, പ്രതിദൃശം ഓരോരുത്തരുടെയും ദൃഷ്ടികൾ തോറും, ഇവ ന ഏകഥ അർക്കം ഏവം നൈകഥാർക്കമേകം. ന ഏകഥ എന്നുവെച്ചാൽ അനേകഥ പല പ്രകാരത്തിൽ, ഏകഥ ഒരു വഴി കൂടി, അനേകഥ അനേകം വഴികൾ കൂടി. ന ഏകഥ എന്നുവെച്ചാൽ അനേകഥ എന്നർത്ഥം. അർക്കം സൂര്യനെ, ഇവ എന്നതുപോലെ. സമധിഗതോസ്മി ഞാൻ അധിഗതനായിരിക്കുന്നു. സമധിഗതോസ്മി
വിധൂത ഭേദമോഹ, ഭേദമോഹത്തെ തുളച്ചു മാറ്റിയിട്ട്, വിധൂതം തുളച്ചു മാറ്റുക, ഭേദമോഹത്തെ തുളച്ചു മാറ്റിയിട്ട് പലത് 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 എന്നുള്ള ഭേദത്തിലുള്ള മോഹത്തെ ഞാൻ മാറ്റിയിട്ട് സമധിഗതോസ്മി, അങ്ങയെ പ്രാപിച്ചിരിക്കുന്നു ഞാൻ. നാനാത്വബുദ്ധി എല്ലാം ഉപേക്ഷിച്ച് ആത്മസ്വരൂപനായ ഭഗവാനെ ഞാൻ സർവാത്മനാ പ്രാപിച്ചിരിക്കുന്നു എന്നർത്ഥം. ഭേദമോഹങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ഒരു സൂര്യൻ പലതായി കാണുന്ന പോലെയാണ് ഭേദങ്ങൾ. ഞാൻ ഇവിടുന്ന് കാണുന്ന സൂര്യനും നിങ്ങളൊക്കെ അവിടെ നിന്ന് കാണുന്ന സൂര്യനും ലോകത്തിന്റെ ഏതു ഭാഗത്തിരുന്ന് ആര് നോക്കി കാണുന്ന സൂര്യനും ഒന്ന് തന്നെയാണ്. ഞാൻ കണ്ട സൂര്യൻ, നിങ്ങൾ കണ്ട സൂര്യൻ എന്നിങ്ങനെ സൂര്യന് നമ്മൾ ഭേദം കൽപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ, സൂര്യന് ഭേദമില്ല. ഏതൊക്കെ ദിക്കില് ലോകത്ത് എവിടെ നോക്കിയാലും സൂര്യൻ ഒന്ന് തന്നെയാണ്. കേരളത്തിലെ സൂര്യൻ, ബാംഗ്ലൂരിലെ സൂര്യൻ, അമേരിക്കയിലെ സൂര്യൻ, അങ്ങനൊന്നുമില്ല. എല്ലാം ഒരു സൂര്യൻ തന്നെയാണ്. ന ഏകഥ അർക്കം പ്രതിദിശമിവ. ഓരോരുത്തരുടെയും കണ്ണിൽ ഒറ്റ സൂര്യൻ ഓരോരുത്തരുടെയും കണ്ണിൽ മാറി മാറി പ്രകാശിച്ച് കാണുന്നത് പോലെ അങ്ങ് കോടാനുകോടി ജീവജാലങ്ങളുടെ ശരീരത്തിൽ അങ്ങ് പ്രവേശിച്ച് അവരുടെ ഹൃദയത്തിൽ അങ്ങ് കൽപ്പിച്ചിരുന്നു കൊണ്ട് അങ്ങനെയുള്ള അങ്ങയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നതല്ല, ഞാൻ അങ്ങുമായി എത്തിച്ചേർന്നു. ഭഗവാനെ തന്നെ പ്രാപിച്ചിരിക്കുന്നു ഞാൻ. ഹാവു, ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു. അനേക സൂര്യനുണ്ടെന്നുള്ള ഉപാധി കൊണ്ട് തോന്നിക്കുന്നതാണ്. ഉപാധി മാറിയാൽ പിന്നെ സൂര്യൻ ഒന്നേ ഉള്ളൂ. കുളത്തിലും കിണറ്റിലും പാത്രങ്ങളിലും ഒക്കെ മുറ്റത്ത് കാണപ്പെടുന്ന സൂര്യൻ ഒന്ന് തന്നെയാണ്. ഓരോ ഉപാധി കൊണ്ട് സൂര്യൻ പലതാണെന്ന് തോന്നിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഭേദമോഹം കൊണ്ടാണ് ഇങ്ങനെ തോന്നിക്കുന്നത്. ഞാനത് മാറ്റിക്കളയും. വിധൂത ഭേദമോഹം, ഭേദമോഹത്തെ ഞാൻ തുടച്ചു നീക്കി മാറ്റിക്കളയും. അങ്ങനെയുള്ള ഞാൻ അങ്ങയെ തന്നെ ഇതാ അങ്ങയിലേക്ക് അധികതനായി തീർന്നിരിക്കുന്നു, എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പം വേദാന്തപരമായി ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മ ചൈതന്യ സ്വരൂപം വാസ്തവത്തിൽ ആകൃതി സ്വീകരിച്ച് ജനിച്ചിട്ടുള്ളതല്ല. യഥാർത്ഥമായ പരമാത്മ ചൈതന്യ സ്വരൂപം തന്നെയാണ്. പലതായിട്ട് തോന്നിക്കുന്നത് എൻ്റെ ഭേദമോഹം കൊണ്ടാണ്. അതിപ്പം മാറി. ഭേദമോഹത്തെ മാറ്റിയിട്ട് ഞാനിപ്പോൾ അങ്ങയിലേക്ക് ലയിച്ചു ചേർത്തി. കൃഷ്ണരുടെ സായുജ്യത്തെ സുന്ദരമായി മനോഹരമായി ആവിഷ്കരിച്ചു. തമിമഹമജം ശരീരഭാജാം ഹൃദയധിഷ്ഠിതമാത്മകൽപിതാനാം പ്രതിദൃശമിവ നൈകഥാർത്ഥമേവം സമധിഗതോസ്മി വിധൂതഭേദമോഹ. തമിമഹമജം ശരീരഭാജാം ഹൃദയധിഷ്ഠിതമാത്മകൽപിതാനാം പ്രതിദൃശമിവ നൈകഥാർത്ഥമേകം സമധിഗതോസ്മി വിധൂതഭേദമോഹ. തമിമഹമജം ശരീരഭാജാം ഹൃദയധിഷ്ഠിതമാത്മകൽപിതാനാം പ്രതിദിശമിവ നൈകഥാർക്കമേകം സമധിഗതോസ്മി വിധൂതഭേദമോഹ. ക്ഷിതിഭരമവരോപിതും കുരൂണാം ശ്വസനൈവാസൃജതക്ഷവംശവന്യം തമിമഹമനുവ്രതാർത്തികംക്രിം ഹൃദിപരിരഭ്യജിഹാമിമർത്യനീടം. ഒരുപക്ഷെ ഈ ശ്ലോകം ചില പുസ്തകങ്ങളിൽ കണ്ടു എന്ന് വരില്ല. പഴയ പുസ്തകങ്ങളിൽ കണ്ടേക്കാം, പുതിയ പുസ്തകങ്ങൾ ചിലപ്പോൾ കാണില്ല. കണ്ടില്ലെങ്കിൽ നമുക്ക് അതും കൂടി ചേർത്ത് പഠിക്കണം. അത് പഴയ പാഠങ്ങളിലുള്ള ഒരു സുന്ദരമായ ശ്ലോകമാണ്, അത് വിട്ടുകളയണ്ട. ഇല്ലാത്തവർക്ക് ഞാൻ ഗ്രൂപ്പിലിടാം. ഇപ്പം നിങ്ങൾ അർത്ഥം കേട്ടിരിക്കുക. ആകുമെങ്കിൽ നിങ്ങൾ എഴുതിക്കൊള്ളുക, അല്ലെങ്കിൽ അർത്ഥം കേട്ടിരിക്കുക. ക്ഷിതിഭരമവരോപിതും കുരൂണാം. ക്ഷിതിഭരം ഭൂമിയുടെ ഭാരത്തെ,
അവരോപിതും നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ. ക്ഷിതിഭരം അവരോപിതും കുരൂണാം കൗരവന്മാരുടെ ഇടയിൽ ശ്വസനൈവ വായു പോലെ അസൃജത് അക്ഷവംശവന്യം, അസൃജത് സൃഷ്ടിച്ചു, അക്ഷവംശവന്യം ചൂതുകളിയാകുന്ന ഈ വംശത്തിന്റെ അഗ്നിയെ, അക്ഷം ചൂതിന് ഉപയോഗിക്കുന്ന കരുവിന്റെ പേരാണ് അക്ഷം. അതുകൊണ്ട് അക്ഷശബ്ദം കൊണ്ട് ഇവിടെ ചൂതുകളിയാണ് ഉദ്ദേശിക്കുന്നത്. അക്ഷവംശമാകുന്ന വന്യയെ അസൃജത് സൃഷ്ടിച്ചു. ഭൂഭാരത്തെ ഇല്ലായ്മ ചെയ്യാനായി അങ്ങ് കൗരവന്മാരുടെ നടുക്ക്, അവരുടെ ഇടയിൽ ഒരു കാറ്റുപോലെ, വായു പോലെ, കാറ്റ് എന്താ ചെയ്യുക? അഗ്നി ആളിപ്പിടിപ്പിച്ച് കത്തിക്കും. അഗ്നി അവിടെ കത്തിയിരുന്നു. എങ്ങനെ? ചൂതാട്ട വേദിയിൽ തുടങ്ങിയ അഗ്നിയാണ്. പാണ്ഡവരും കൗരവരുമായി ചൂത് കളിച്ചപ്പോൾ അന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു അഗ്നി, ആ തീയെ ശ്രീകൃഷ്ണ ഭഗവാൻ ആകുന്ന കാറ്റുകൊണ്ട് ഊതി കത്തിച്ച് എല്ലായിടത്തും വ്യാപിച്ചു. ക്ഷിതിഭരം അവരോപിതും കുരൂണാം ശ്വസനൈവ അസൃജത് അക്ഷവംശവന്യം. തീയുണ്ടായാൽ എന്താ ചെയ്യുക? തീയുണ്ടായാൽ മുമ്പിൽ കാണുന്ന എല്ലാം കത്തിച്ചു കളയും. ഇവിടെ കാട്ടിൽ ഒരു ചെറിയ വൃക്ഷങ്ങൾ തമ്മിൽ കൂട്ടി ഉരഞ്ഞുണ്ടാകുന്ന ഒരു തീപ്പൊരി വായു, കാറ്റിടപെട്ട് ആ തീപ്പൊരിയെ എല്ലാ ദിക്കിലും എത്തിച്ച് അവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം കരിച്ചെരിച്ചു കളയും. ഇതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനാകുന്ന വായു കൗരവരുടെ ഇടയിൽ ഉണ്ടായ ഒരു തീപ്പൊരി പോലെയുള്ള ചൂതുകളിയുടെ ആ തീപ്പൊരിയെ വളരെ വലുതാക്കി കത്തിച്ച് യുദ്ധ പര്യവസാനം എത്തിച്ച് ആ യുദ്ധത്തിൽ കിളിച്ചു വളർന്നിരിക്കുന്ന വൻ മരങ്ങളെയൊക്കെ എരിച്ച് കടപിഴക്ക് വീഴ്ത്തിയില്ലേ? എന്തിനെയാണ്? ഭൂമിയുടെ ഭാരമില്ലാതാക്കാൻ. ഇഷ്ടംപോലെ ദുഷ്ടന്മാർ വിളയാടുക ഭൂമിയിൽ. ഓരോരുത്തരെയും കൊല്ലാൻ നിന്നാൽ എത്ര നാള് പിടിക്കും? ജീവിതം മുഴുവൻ ഇവരെ കൊല്ലാനേ പറ്റൂ. അപ്പോൾ വിചാരിച്ചു ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ കുറെ പേര് ചത്തൊടുങ്ങിക്കോളും, ഭൂമിയുടെ ഭാരം കുറച്ച് കുറയും. അതിന് യുദ്ധം ഉണ്ടാക്കാൻ താൻ ചെന്ന് യുദ്ധം ഉണ്ടാക്കാൻ പറയാൻ പറ്റുമോ? വേണ്ട. കൗരവന്മാരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിന്റെ ആദ്യത്തെ ബീജമായ അഗ്നി ചൂതുകളിയിൽ നിന്നും പുറത്തു. അതിനൊന്ന് ഊതി കത്തിച്ചാൽ മാത്രം മതിയായിരുന്നു. കൃഷ്ണൻ ചെയ്ത അർത്ഥം മാത്രമേ എന്ന് ഊതി കത്തിച്ചിട്ട് അപ്പൊ എന്ത് ചെയ്തു? തനിക്ക് നോക്കി നിൽക്കാം. ദുഷ്ടന്മാരൊക്കെ തങ്ങളിൽ തല്ലിയിട്ട് ദുഷ്ടന്മാരൊക്കെ ഒടുങ്ങും, ഇല്ലണ്ടാവും. താൻ അവതരിച്ച ഭൂമിയുടെ ഭാരത്തെ താൻ കാറ്റുപോലെ ഊതി കൊടുത്തിട്ട് മാറി എന്ന് കണ്ട് രക്ഷിച്ചാൽ മാത്രം എന്ത് ചെയ്തോളും? ആ കാട്ടുതീ തന്നെ കത്തിയെരിഞ്ഞ് ആ കാട്ടിലുള്ള വൻ മരങ്ങളെയൊക്കെ എന്ത് ചെയ്തോളും? എരിച്ചു. ഇതേപോലെ ഭൂമിയിലുള്ള ദുഷ്ടന്മാരെ മുഴുവൻ ഒരു യുദ്ധം വന്നാൽ ആ യുദ്ധത്തിൽ ഒടുക്കിയില്ലായ്മ ചെയ്യാം. അപ്പൊ തന്റെ ജോലി വളരെ എളുപ്പമായി. ഭൂഭാരത്തെ വളരെ എളുപ്പം മാറ്റിവെക്കാൻ പറ്റും. ക്ഷിതിഭരമവരോപിതും കുരൂണാം ശ്വസനൈവ അസൃജതക്ഷവംശവന്യം തമിമമഹം അനുവ്രതാർത്തിഹംഘ്രിം തം ഇമം അഹം അനുവ്രത ആർത്തിഹംഘ്രിം തം ഇമം അങ്ങനെയുള്ള ഇവനെ അഹം ഞാൻ അനുവ്രത ആർത്തിഹംഘ്രിം അനുവൃതന്മാരുടെ ആർത്തിയെ ഇല്ലാതാക്കുന്ന പാദങ്ങളോടുകൂടിയ തന്നെ ആശ്രയിക്കുന്നവരുടെ ആർത്തി ദുഃഖത്തെ ഇല്ലാതാക്കുന്ന പാദങ്ങളോടുകൂടിയവനാണ് അങ്ങ്.
അനുവ്രത ആർത്തിഹ അംഘ്രീം. അനുവ്രതന്മാരുടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പരിചാരകന്മാരായ ഭക്തജനങ്ങളുടെ ആർത്തിഹ, ആർത്തിയെ ഇല്ലാതാക്കുന്ന, അംഘ്രി പാദം, ആർത്തിഹാഘ്രീം ദുഃഖമില്ലാതാക്കുന്ന പാദത്തെ ഹൃദി പരിരഭ്യ, എന്റെ ഹൃദയത്തിൽ ഞാൻ ഗാഠമായി ആലിംഗനം ചെയ്ത് വരിഞ്ഞു മുറുക്കി നിർത്തിയിരിക്കാം. ഹൃദി പരിരഭ്യ. നോക്കൂ, എന്റെ ഹൃദയത്തിൽ അങ്ങയുടെ ഈ കൃഷ്ണസ്വരൂപത്തെ ഞാൻ ഉള്ളിലെടുത്തു വെച്ചിട്ട് പുറത്തു പോവാതിരിക്കാൻ രണ്ട് കൈകൊണ്ടും എന്റെ ഹൃദയത്തോട് ചേർത്ത് ഗാഠമായി ആലിംഗനം ചെയ്ത് വലിഞ്ഞ് കെട്ടി മുറുക്കി വെച്ചിരിക്കാം. ഹൃദി പരിരഭ്യ, അങ്ങനെ കെട്ടി നിർത്തിക്കൊണ്ട് ജിഹാമി ഉപേക്ഷിക്കുന്നു മർത്യനീടം മനുഷ്യക്കൂട്. മർത്യനീടം മനുഷ്യക്കൂട്. ഇത് എന്റെ ഈ ശരീരം ഒരു മനുഷ്യക്കൂടാണ്. ജീവാത്മാവെന്നൊരു പക്ഷി ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. ആ പക്ഷിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു കൂടായത്, അത്രേ ഉള്ളൂ. ഈ കൂട് ഞാനിതാ ഇവിടെ ഉപേക്ഷിച്ചിട്ട് എന്താണ് അങ്ങയോട് ചേരുകയാണ്. അങ്ങയെ എനിക്ക് പുറത്തു നിന്ന് കൃഷ്ണനെ ആരെങ്കിലും ചെയ്യാൻ എന്റെ കൈ അനക്കാൻ പറ്റില്ല. അതേ സമയത്ത് എന്റെ ഉള്ളിൽ, എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണസ്വരൂപത്തെ ഞാൻ എന്റെ കൈകൾ കൊണ്ട് ഗാഠമായി ആലിംഗനം ചെയ്ത് വിട്ടുപോവാതിരിക്കാൻ ആലിംഗനം ചെയ്ത് ഉറപ്പിച്ച് ഞാനും കൃഷ്ണൻ ഒന്നായിട്ട് തോന്നും. എന്റെ ജീവാത്മാവ് ഈ കൂട് വിട്ടു പുറത്തു പോയി. അപ്പൊ പിന്നെ ഈ കൂട് എന്ത് ചെയ്യും? ഞാനങ്ങ് ഉപേക്ഷിച്ചേക്കാം. ഇതാണ് ഗീതയിൽ പറഞ്ഞത്, പുതുവസ്ത്രം വസ്ത്രം ധരിക്കുമ്പോൾ പഴയ വസ്ത്രം ഉപേക്ഷിക്കുന്ന പോലെ. വാസാംശ ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി എന്ന് ഗീതയിൽ പറയും. അതുപോലെ മർത്യനീടം ജിഹാമി, ഈ മനുഷ്യക്കൂടിനെ ഞാനിതാ വിട്ടുപോകുന്നു. അപ്പോൾ ഭീഷ്മരുടെ അന്തിമ നിമിഷത്തെ ആ ഭാവത്തെ വ്യാസൻ എത്ര സുന്ദരമായി ആവിഷ്കരിച്ചു. മുമ്പത്തെ ശ്ലോകത്തിൽ ഭഗവാനോട് ചേർന്നു എന്ന് പറഞ്ഞു, ഇപ്പോഴത്തെ ശ്ലോകത്തിൽ ശരീരം ഉപേക്ഷിച്ചു. അപ്പ ഭീഷ്മൻ എന്ത് ചെയ്തു? ശരീരം വിട്ട് ഭീഷ്മന്റെ ജീവൻ തന്റെ തന്നെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യ സ്വരൂപനായ ഭഗവാനോട് ഗാഠമായി പുണർന്നലയിച്ച് ഒന്നായി തീർന്നു. ഈ ശരീരം ഉപേക്ഷിച്ചു. ഇനിയും ഭീഷ്മരെന്നുള്ളത് ശരീരവുമല്ല, ജീവനുമല്ല, അത് കൃഷ്ണ വിഗ്രഹത്തിലേക്ക്, കൃഷ്ണസ്വരൂപത്തേക്ക് ലയിച്ച് പരമാത്മ ചൈതന്യ സ്വരൂപമായി ചേർന്നിരിക്കുന്നു. ഇനി ഒരിക്കലും ഭീഷ്മർക്ക് ജന്മം ഉണ്ടാവില്ല. ഒരു മോക്ഷത്തെ, ഒരു ആത്മസാക്ഷാത്കാരത്തെ എത്ര സുന്ദരമായാണ് വ്യാസൻ ഈ ഭീഷ്മരിലൂടെ ആവിഷ്കരിക്കുന്നത്. സച്ഛന്ദമൃത്യുവായ ഭീഷ്മർ ഇതാ തന്റെ ശരീരം ഉപേക്ഷിച്ച് ഭഗവാനോട് ചേർന്ന് ക്ഷിതിഭരമവരോപിതും കുരൂണാം ശോഭനൈവാസൃജതക്ഷവം ശവന്യം തമിമമഹം അനുവ്രതാർത്തിഹംഘ്രീം ഹൃദിപരിരഭ്യ ജിഹാമി മർത്യനീടം. ക്ഷിതിഭരമവരോപിതും കുരൂണാം ശോഭനൈവാസൃജതക്ഷവം ശവന്യം തമിമമഹം അനുവ്രതാർത്തിഹംഘ്രീം ഹൃദിപരിരഭ്യ ജിഹാമി മർത്യനീടം. ക്ഷിതിഭരമവരോപിതും കുരൂണാം ശോഭനൈവാസൃജതക്ഷവം ശവന്യം തമിമമഹം അനുവ്രതാർത്തിഹംഘ്രീം ഹൃദിപരിരഭ്യ ജിഹാമി മർത്യനീടം. ഇത്രയും ശ്ലോകം കൊണ്ട് ഭീഷ്മസ്തുതി അവിടെ സമാപിച്ചു. അങ്ങനെ ഭീഷ്മരെ നമ്മെ വിട്ടു പിരിഞ്ഞുപോയി. ശരീരം ജഡമായി ഇവിടെ കിടപ്പുണ്ട്, അത് ഭീഷ്മർ ഉപേക്ഷിച്ചു. എന്നിട്ട് ഭീഷ്മർ പോയത് നിർവ്വാണത്തിലേക്കാണ്. പരമാത്മ സ്വരൂപത്തേക്ക് ലയിച്ച് ഭീഷ്മർ എന്നുള്ള ഒരു പേര് ഇല്ലാണ്ടായി. ഭൂത ഉവാച. ഇനിയും ഭൂതൻ ബാക്കി കഥ പറയാം. കൃഷ്ണ ഏവം ഭഗവതി മനോവാക് ദൃഷ്ടിവൃത്തിഭി ആത്മന്യാത്മാനമാവേശ്യ സ്വന്തശ്വാസ ഉപാരമത്. കൃഷ്ണ ഏവം ഭഗവതി മനോവാക് ദൃഷ്ടിവൃത്തിഭി. അവിടെയും കൃഷ്ണേ ഏവം എന്നർത്ഥം പറയണം. കൃഷ്ണനിൽ എന്നർത്ഥം. കൃഷ്ണേ പക്ഷെ ചൊല്ലുമ്പോൾ കൃഷ്ണ ഏവം എന്ന് ചൊല്ലുകയാണ്. കാരണം കൃഷ്ണ എന്നുള്ളത് ഏകാരം, ഏവം എന്നുള്ള ഏകാരവുമായി കൂടി ചൊല്ലുമ്പോൾ മുമ്പേ പറഞ്ഞാണ്, ലോപിച്ചു. അങ്ങനെ സന്ധി ചേർന്നിട്ട് കൃഷ്ണ ഏവം എന്നുള്ള സമസ്ത പദമാണ്. രണ്ടാക്കി എഴുതിയാലും അത് സമസ്ത പദം തന്നെയാണ്, ഒറ്റ വാക്കാം.
കൃഷ്ണ ഏവം എന്ന്. അത് നമുക്ക് പദം പിരിച്ച് രണ്ടാക്കണം. എങ്ങനെ? കൃഷ്ണേ ഏവം രണ്ടാക്കണം. അപ്പൊ കൃഷ്ണനിൽ ഇങ്ങനെയെന്ന് കിട്ടും. നമ്മൾ നോക്കുമ്പോൾ രണ്ടായിട്ട് എഴുതിയേക്കുമ്പോൾ പദച്ഛേദം ചെയ്ത് എഴുതിയിരിക്കാന്ന്. അല്ല, അത് സംസ്കൃതം. പദച്ഛേദം ചെയ്തിട്ടില്ല. പദച്ഛേദം ചെയ്ത കൃഷ്ണേ ഏവം എന്ന് വേണം. കൃഷ്ണ ഏവം എന്ന് മാത്രമേ ഉള്ളൂ. അത് അച്ചടിക്കാരുടെ സൗകര്യത്തിന് വേണ്ടി അവര് രണ്ടാക്കി എഴുതിയിരിക്കുന്നത് മാത്രം. അപ്പൊ കൃഷ്ണനിൽ ഇങ്ങനെ, ഭഗവതി ഭഗവാനിൽ, അതും സപ്തമിയാണ്. കൃഷ്ണേ ഭഗവതി വിശേഷങ്ങളാണ്. കൃഷ്ണൻ എന്ന ഭഗവാനിൽ മനോ വാക് ദൃഷ്ടി വൃത്തിഭി, മനസ്സ്, വാക്ക്, ദൃഷ്ടി അവയുടെ വൃത്തികളാൽ ആത്മനി ആത്മാനം ആവിശ്യ, തന്റെ ജീവാത്മാവിൽ പരമാത്മ ചൈതന്യത്തെ ആവേശിപ്പിച്ചിട്ട് സഹ് ആ ഭീഷ്മര് അന്തശ്വാസം, ഉള്ളിൽ ലയിച്ചിരിക്കുന്ന ശ്വാസത്തോടുകൂടി ഉപാരമത് ഉപരമിച്ചു. ഇങ്ങനെ മനസ്സുകൊണ്ട് ഭഗവത് സ്വരൂപത്തെ ധ്യാനിച്ച്, അതാണ് മനസ്സ്. വാക്കുകൊണ്ട് ഭഗവാന്റെ എല്ലാവിധ ഭക്തവാത്സല്യ ഗുണങ്ങളെ പ്രകീർത്തിച്ച് സ്തുതിച്ചു. ദൃഷ്ടി കൊണ്ട് ഭഗവത് സ്വരൂപത്തെ കൺമുമ്പിൽ കണ്ണുകൊണ്ടു നിന്നു. ഇവയുടെ വൃത്തികളെയൊക്കെ, മനസ്സ്, വാക്ക്, ദൃഷ്ടി, ഇവയുടെ വ്യാപാരത്തെയൊക്കെ കൃഷ്ണേ ഭഗവതി, ശ്രീകൃഷ്ണനായ ഭഗവാനിലേക്ക് അവയുടെ വൃത്തികളോടൊപ്പം, അവയുടെ പ്രവൃത്തിയോടൊപ്പം ആവേശിപ്പിച്ചിട്ട് ആത്മനി ആത്മാനം, തൻ്റെ ഉള്ളിൽ, ആത്മനി ആത്മാവിൽ, ആത്മാനം ആത്മാവിനെ, തൻ്റെ ഉള്ളിലുള്ള പരമാത്മ ചൈതന്യ സ്വരൂപത്തിലേക്ക് തൻ്റെ ജീവാത്മഭാവത്തെ ആവേശിപ്പിച്ചു. ആത്മനി ആത്മാനം ആവേശ്യം, ആത്മനി തൻ്റെ ആത്മാവിൽ, അതേതാണ്? പരമാത്മ ചൈതന്യ സ്വരൂപത്തിൽ. ആത്മാനം ആവേശ്യ, രണ്ടാമത്തെ ആത്മശബ്ദം ജീവാത്മാവാണ്. അതിനെ ആവേശിച്ച, പ്രവേശിപ്പിച്ചിട്ട് സഹ അവൻ അന്തശ്വാസ, ഉള്ളിൽ ശ്വാസം അടക്കിക്കൊണ്ട് ഉപാരമത് ഉപരമിച്ചു, അല്ലെങ്കിൽ വിരമിച്ചു എന്നർത്ഥം. ഇവിടെ ഭീഷ്മര് സാധാരണ ആൾക്കാർ മരിക്കുന്നവര് ശ്വാസം പുറത്തേക്ക് വിടുകയല്ല, ശ്വാസത്തെ അകത്തു തന്നെ എന്ത് ചെയ്തു? ഒതുക്കി നിർത്തിക്കൊണ്ടാണ്. ആ ശ്വാസം എവിടേക്ക്? ആ ജീവാത്മ സ്വരൂപം ഭഗവാനിലേക്ക് ലയിച്ച് തന്നെ ഇല്ലാണ്ടായി. നമ്മുടെയൊക്കെ ശ്വാസം പുറത്തേക്കാണ്, ഇതകത്ത് തന്നെ എന്ത് ചെയ്തു? അന്തശ്വാസ, ശ്വാസത്തെ ഉള്ളിലാക്കിക്കൊണ്ട് ഉപാരമത്, ഭഗവാനോട് ചേർന്ന് രമിച്ചു. ഉപാരമത് അങ്ങനെ എന്താണ്? ഭഗവത് സ്വരൂപത്തിലേക്ക് ശ്വാസം ഉള്ളിൽ അടക്കിക്കൊണ്ട് ഭീഷ്മരെ ഉപരമിക്കുകയും ചെയ്തു. മുമ്പത്തെ കാര്യം സൂതൻ ഒന്നുകൂടി വിശദമാക്കിയെന്ന് മാത്രം. മുമ്പത്തെ ശ്ലോകം കൊണ്ട് തോന്നുന്നു ഭീഷ്മര് പറഞ്ഞപ്പോ ഇങ്ങനെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ മനസ്സും വാക്കും ദൃഷ്ടിയും അവയുടെ പ്രവൃത്തികളും എന്താണ്? സമർപ്പിച്ച് തൻ്റെ ആത്മാവിൽ ആത്മാവിനെ ആവേശിപ്പിച്ചിട്ട് അന്തശ്വാസനായി വിരമിച്ചു കൃഷ്ണ. ഏവം കൃഷ്ണ ഏവം ഭഗവതി മനോവാക് ദൃഷ്ടിവൃത്തിഭി ആത്മന്യ ആത്മാനമാവേശ്യ സ്വന്തശ്വാസ ഉപാരമം. കൃഷ്ണ ഏവം ഭഗവതി മനോവാക് ദൃഷ്ടിവൃത്തിഭി ആത്മന്യ ആത്മാനമാവേശ്യ സ്വന്തശ്വാസ ഉപാരമം. കൃഷ്ണ ഏവം ഭഗവതി മനോവാക് ദൃഷ്ടിവൃത്തിഭി ആത്മന്യ ആത്മാനമാവേശ്യ സ്വന്തശ്വാസ ഉപാരമത്. സംബദ്ധ്യമാനമാജ്ഞായാം ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂവുസ്തേ തൂഷ്ണീം വയാംസീവദിനത്തേ. സംബദ്ധ്യമാനം ആജ്ഞായ, കൂടിച്ചേർന്നവനാണ് എന്നറിഞ്ഞിട്ട്, സമ്പദ്യമാനം കൂടിച്ചേർന്നവൻ, സമ്യക്കായിട്ട് പതിച്ചവൻ, കൂടുന്നവൻ, ചേർന്നവനായി. സമ്പദ്യമാനം
ആജ്ഞായ അറിഞ്ഞിട്ട് ഭീഷ്മം ബ്രഹ്മണി നിഷ്കളെ ഭീഷ്മരെ നിഷ്കളെ ബ്രഹ്മണി സമ്പദ്യമാനം ആജ്ഞായ നിഷ്കളമായ രൂപമില്ലാത്ത ബ്രഹ്മത്തിൽ അരൂപമായ ബ്രഹ്മചൈതന്യത്തിൽ ഭീഷ്മർ ലയിച്ചു ചേർന്നു എന്ന് അറിഞ്ഞിട്ട് സമ്പദ്യമാനം ആജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കള കാരണം പുറത്തേക്ക് ശ്വാസം വരാത്തപ്പോ ഉറപ്പായി എന്താണ് അത് ഉള്ളിലിരുന്നു കൊണ്ട് ആ പരമാത്മ ചൈതന്യവുമായി ചേർന്നു എന്ന് അവിടെ നിന്ന് കാണികൾക്കൊക്കെ മനസ്സിലായി. സർവേ ബഭൂസ്തേ തൂഷ്ണി തേ സർവേ തൂഷ്ണീം ബഭൂ നിന്നവരെല്ലാം നിശബ്ദരായി തല താഴ്ത്തി താഴേക്ക് നോക്കുന്നു. തൂഷ്ണീം ബഭൂ നിശബ്ദരായി. കാരണം ഭീഷ്മരെ ഭഗവാനോട് ചേർന്നു എന്ന് അവർക്കെല്ലാം ബോധ്യമായി. അപ്പൊ അവിടെ നിന്ന് എല്ലാവരും സകലമാന ആൾക്കാർ പാണ്ഡവരുണ്ട്, കുറെ രാജാക്കന്മാരുണ്ട്, മഹർഷിമാരുണ്ട്, ഇവരെല്ലാവരും നിശബ്ദരായിട്ട് നിശ്ചലരായിട്ട് താഴേക്ക് നോക്കി അല്പസമയം ഉണ്ടാകുന്നു. സർവേ ബഭൂസ്തേ തൂഷ്ണീം ഏതുപോലെയാണ് വയാംസീവദിനത്തേ വയാംസി പക്ഷികൾ എന്നർത്ഥം. വയഹ വയഫി വയാംസി എന്ന് ബഹുജനമെന്നാണ്. വയഫ് വയഹ എന്ന് വെച്ചാൽ പക്ഷി എന്നർത്ഥം. പറക്കുന്നത് കൊണ്ടാണ് പക്ഷി എന്ന് പേര്. ആ വയഹ എന്ന ശബ്ദത്തിന്റെ ബഹുവചനമാണ് വയാംസി പക്ഷികൾ. ഇവ എന്ന പോലെ എവിടെ ദിന അത്യയെ ദിവസം കഴിയുമ്പോൾ രാത്രിയാകുമ്പോൾ രാത്രിയിൽ പക്ഷികളെ പോലെ പക്ഷികൾ രാത്രിയിൽ എന്താണ് നിശബ്ദരായിട്ട് സന്ധ്യ കഴിഞ്ഞ് കൂടിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവർ നിശബ്ദരാണ്. പിന്നെ രാവിലെ ശബ്ദം ഉണ്ടാക്കും. രാത്രിയിൽ ഒരു എന്തെയില്ല അനങ്ങില്ല, ഉറങ്ങുക. രാത്രിയിൽ പക്ഷികൾ നിശബ്ദരായിരിക്കുന്നത് പോലെ രാത്രികാലങ്ങളിൽ പക്ഷികളെ പോലെ നിശബ്ദരായി എല്ലാവരും മൗനം പാലിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിശബ്ദരായി തീർന്നു ഏതുപോലെ പക്ഷികളെ പോലെ. അതിന്റെ അർത്ഥം ഇന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ രാത്രിയിലാണ് പക്ഷികൾ നിശബ്ദരാകുന്നത്. അടുത്ത പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വന്നാൽ പക്ഷികളൊക്കെ ശബ്ദ കോലാഹലത്തോടെ കൂടിവിട്ട് പുറത്തേക്ക് പോകും. അതേപോലെയാണ് ഈ ഒരു മുഹൂർത്തത്തിൽ മാത്രമേ ഉള്ളൂ ഇവരൊക്കെ നിശബ്ദരായെന്ന്. അല്പം കഴിയുമ്പോൾ ഇതേയും ശബ്ദിച്ചു തുടങ്ങും, ഉറപ്പാണ്. അതുകൊണ്ടാണ് പക്ഷികളോട് സാധിക്കുന്നത്. ദിന അത്യയെ ദിവസം കഴിയുമ്പോൾ, പകൽ കഴിയുമ്പോൾ, രാത്രി വരുമ്പോൾ എന്നർത്ഥം. വയാംസി ഇവ പക്ഷികൾ എന്ന പോലെ തേ സർവേ അവരെല്ലാവരും തൂഷ്ണീം ബഭൂ നിശബ്ദരായിട്ട് സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂസ്തേ തൂഷ്ണീം വയാംസീവ ദിനത്തേ സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂസ്തേ തൂഷ്ണീം വയാംസീവ ദിനത്തേ സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂസ്തേ തൂഷ്ണീം വയാംസീവ ദിനത്തേ തത്വദുഭയോ നേതും ദേവമാനവവന്ദിതാഃ ശശംസു സാധവോ രത്നം ഖാത്പേതു പുഷ്പവൃഷ്ടയാ. തത്ര അവിടെ ദുന്ദുഭയോ നേതു ദുന്ദുഭികൾ നദിച്ചു തുടങ്ങി. ദുന്ദുഭി വാദ്യമാണ്, പെരുമ്പറ പോലെയാണ്. നേതുഹു ശബ്ദമുണ്ടാക്കി. നനാദ നേനദുഹു നേതുഹു എന്നിട്ട് ബഹുവചനമാണ്. ദേവ മാനവ വാദിതാഹ ദേവന്മാരാലും മനുഷ്യരാലും വായിക്കപ്പെട്ട ദുന്ദുഭികൾ അവിടെ ശബ്ദമുണ്ടാക്കി. ദേവന്മാരും മനുഷ്യരും ദുന്ദുഭി കൊട്ടി. ദുന്ദുഭയോ നേതു ദേവ മാനവ വാദിതാഹ ശശംസു സാധവ സജ്ജനങ്ങൾ ശശംസുഹു ആശംസിച്ചു, അല്ലെങ്കിൽ പ്രശംസിച്ചു. നന്നായി നന്നായി എന്ന് സജ്ജനങ്ങൾ പ്രശംസിച്ചു. രാജ്ഞാം ഖാദ് പേതു പുഷ്പവൃഷ്ടയ രാജാക്കന്മാർക്ക് നടുവിൽ രാജ്ഞാം
ഖാദ് ആകാശത്തിൽ നിന്നും, പഞ്ചമിയാണ്. ഖാദ് ആകാശത്തിൽ നിന്നും. പേതുഹു പതിച്ചു, പപാത പേപതുഹു പേതുഹു റിട്ടാണ്. പുഷ്പവൃഷ്ടയ പുഷ്പവൃഷ്ടികൾ പതിച്ചു. ദേവന്മാർ മുകളിൽ നിന്നും ദുന്ദുഭി കൊട്ടി, മനുഷ്യർ താഴെ നിന്നും ദുന്ദുഭി കൊട്ടി. ദേവന്മാർ മുകളിൽ നിന്ന് സജ്ജനങ്ങളായ അവരെല്ലാവരും നന്നായി നന്നായി എന്ന് പാടിപ്പുകഴ്ത്തി. ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടികൾ ഉണ്ടാവുകയും ചെയ്തു. തത്ര ദുന്ദുഭയോ നേതുദേവമാനവവാദിതാഹം ശശംസു സാധവോരാജ്ഞം ഖാത്വേതു പുഷ്പവൃഷ്ടയാം. തത്ര ദുന്ദുഭയോ നേതുദേവമാനവവാദിതാഹം ശശംസു സാധവോരാജ്ഞം ഖാത്വേതു പുഷ്പവൃഷ്ടയാം. തത്ര ദുന്ദുഭയോ നേതുദേവമാനവവാദിതാം ശശംസു സാധവോരാജ്ഞം ഖാത്വേതു പുഷ്പവൃഷ്ടയാം. തസ്യ നിർഹരണാദീനി സംപരേ തസ്യ ഭർഗവാൻ യുധിഷ്ഠിരേ കാലയിത്വാ പൂർത്തം ദുഃഖിതോഭവത്. തസ്യ അവന്റെ നിർഹരണാദീനി നിർഹരണങ്ങൾ, സംസ്കാരങ്ങൾ, വിശേഷമായി ചെയ്യപ്പെടേണ്ടവൾ. നിർഹരണങ്ങൾ, സംസ്കാരങ്ങൾ. ഭീഷ്മരുടെ ഭൗതിക ശരീരം അവിടെ വീണ് കിടക്കാം. അതിനെ എന്ത് ചെയ്യണം? സംസ്കരിക്കണമല്ലോ വിധിപൂർവം. തസ്യ അവന്റെ നിർഹരണാദികളായ അവരുടെ സംപരേതസ്യ, സംപരേതൻ മരിച്ചുപോയ, നമ്മൾ പരേതന്മാർ എന്നൊക്കെ പറയാറുണ്ട്, ഉപസർഗം ചേർന്ന് മാത്രം. സംപരേതസ്യ തസ്യ, സംപരേതനായ അവന്റെ നിർഹരണാദീനി, ഭാർഗവ സംബോധനയാണ്. ഭൃഗുകുലജാതന്മാരായ ഹേ ശൗനകാദികളെ, യുധിഷ്ഠിര കാരയിത്വ, യുധിഷ്ഠിരൻ ചെയ്യിച്ചിട്ട്, കാരയിത്വ ചെയ്യിച്ചിട്ട്, മുഹൂർത്തം ദുഃഖിതോ, ഒരു നിമിഷം ദുഃഖിതരായിരുന്നു, അല്പനേരം ദുഃഖിതരായിരുന്നു. സംപരേതനായ ആ ഭീഷ്മരുടെ അന്ത്യകർമ്മങ്ങൾ, സംസ്കാരാദികളായിരിക്കുന്ന കർമ്മങ്ങൾ യുധിഷ്ഠിരൻ ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിച്ചു. അല്പസമയം ദുഃഖിതനായി ഭവിക്കുന്നു. തസ്യ നിർഹരണാദീനി സംപരേതസ്യ ഭാർഗവാം. യുധിഷ്ഠിര കാരയിത്വാ മുഹൂർത്തം ദുഃഖിതോ ഭവത്. തസ്യ നിർഹരണാദീനി സംപരേതസ്യ ഭാർഗവാം യുധിഷ്ഠിര കാരയിത്വാ മുഹൂർത്തം ദുഃഖിതോ ഭവത്. തസ്യ നിർഹരണാദീനി സംപരേതസ്യ ഭാർഗവാം യുധിഷ്ഠിര കാരയിത്വാ മുഹൂർത്തം ദുഃഖിതോ ഭവത്. തുഷ്ടുർമുനയോ ഹൃഷ്ടാ കൃഷ്ണം തദ്ദുഃഖ്യനാമഭി തതസ്തേ കൃഷ്ണഹൃദയാഃ സ്വശ്രമൻ പ്രയുപുനം. മുനയോ തുഷ്ടൂഹു, മുനിമാർ സ്തുതിച്ചു. തുഷ്ടാവ തുഷ്ടവതുഹു, തുഷ്ടു സ്തുതിച്ചു, സന്തോഷിച്ചു. മുനേഹ തുഷ്ടൂഹു, ഹൃഷ്ടാഹ സന്തുഷ്ടരായവൻ, കൃഷ്ണം കൃഷ്ണനെ, തത് ഗുഹ്യനാമഭി ആ കൃഷ്ണന്റെ രഹസ്യങ്ങളായ പേരുകളാൽ തുഷ്ടൂഹു സ്തുതിച്ചു. എന്താണ് കൃഷ്ണന്റെ രഹസ്യമായിരുന്ന പേര്? അല്പം മുമ്പ് ഭീഷ്മർ ഉച്ചരിച്ച സഹസ്രനാമം. അത് അവിടെ കൂടിയിരുന്ന മഹർഷിമാർ സഹസ്രനാമം ചൊല്ലി ഭഗവാനെ സ്തുതിച്ചു എന്നർത്ഥം. അപരക്രിയകൾ കഴിയുമ്പോൾ സംസ്കാരാദികളായിരിക്കുന്ന കർമ്മങ്ങളും അതിനുശേഷമുള്ള ബലികർമ്മങ്ങളും കഴിഞ്ഞാൽ സഹസ്രനാമം ചൊല്ലി സ്തുതിക്കാം എന്ന് ഭീഷ്മരുടെ അന്തിമ സമയത്തെ സംഹരണാദികളായ കർമ്മങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വ്യാസൻ തന്നെ നമുക്ക് ഉപദേശിച്ചതാണ്. മുഖ്യനാമഭിഹി കൃഷ്ണം ഹൃഷ്ടാഹ മുനേഹ തുഷ്ടു. അങ്ങനെയാണ് സഹസ്രനാമം നമുക്ക് കിട്ടിയത്, ഭീഷ്മരിൽ നിന്ന് കിട്ടിയതാണ്. ഭീഷ്മരെ ചൊല്ലിയ സഹസ്രനാമങ്ങളെ
മഹർഷിമാര് ഈ സമയത്ത് അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായിട്ടും കൃഷ്ണനോടുള്ള ആദരവ് കൊണ്ട് ചൈതന്യ സ്വരൂപനായ ഭഗവാനിലേക്ക് ചേർക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ സഹസ്രനാമം ജപിച്ചു ഉച്ചരിച്ചു. തതസ്തേ കൃഷ്ണഹൃദയാ. അനന്തരം അവരെല്ലാവരും കൃഷ്ണഹൃദയന്മാരായി. അവരവരുടെ ഹൃദയത്തിൽ കൃഷ്ണനോട് കൂടിയവരായി. ആ കൃഷ്ണഹൃദയന്മാർ. ഹൃദയത്തിൽ ഇപ്പൊ ആര് മാത്രമേ ഉള്ളൂ? കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് എല്ലാവരും ഭീഷ്മരെ അനുകരിച്ചു. എങ്ങനെ? ഭീഷ്മർ എപ്രകാരമാണോ ശ്രീകൃഷ്ണ ഭഗവാനെ ഉള്ളിൽ ദൃഢമായി പ്രതിഷ്ഠിച്ച് ഗാഠമായി ആലിംഗനം ചെയ്ത് ജീവൻ ഉപേക്ഷിച്ചു, അതേപോലെ അവിടെ നിന്ന എല്ലാ രാജാക്കന്മാരും എല്ലാ ഋഷിമാരും സാക്ഷാൽ ശ്രീകൃഷ്ണ സ്വരൂപത്തെ തങ്ങളുടെ ഉള്ളിൽ ഉറപ്പിച്ച് ദൃഢമായി കെട്ടി നിർത്തി. തതസ്തേ കൃഷ്ണഹൃദയാഹ. അവരെല്ലാവരും കൃഷ്ണഹൃദയന്മാരായി. ഇനി ഹൃദയത്തിൽ എന്താ ഉള്ളത്? കൃഷ്ണൻ, വേറെ ആരില്ല. ഇതാരാണ് തന്നെ പഠിപ്പിച്ചത്? ഭീഷ്മരാണ്. അന്തിമ സമയത്ത് ഭീഷ്മരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണ വിഗ്രഹത്തെ, കൃഷ്ണ സ്വരൂപത്തെ, അതിനെ ഗാഠമായി ആലിംഗനം ചെയ്തുകൊണ്ടാണ് ജീവൻ ഉപേക്ഷിക്കുക. ഇങ്ങനെ വേണം ജീവൻ ഉപേക്ഷിക്കാൻ. ഇതൊരു ഭാഗ്യമായിരിക്കും അങ്ങനെ കിട്ടിയാൽ. അന്തിമ സമയം ആരെ കാണണം? കൃഷ്ണനെ കണ്ടുകൊണ്ട് നിൽക്കും. ഉള്ളിലും ആരായിരിക്കണം? കൃഷ്ണൻ തന്നെ. നോക്കൂ, നമ്മൾ ഇതിന് സമ്മതിക്കില്ല. രോഗിയുടെ അടുത്തെങ്ങും ഒരു കൃഷ്ണന്റെ വിഗ്രഹം കൊണ്ട് വെക്കത്തില്ല. നമ്മൾ ചുറ്റും നിൽക്കും. നമ്മളും ബന്ധുക്കളും എല്ലാവരും നമ്മളെ കണ്ടുകൊണ്ട് വേണം അവർക്ക് മരിക്കാൻ. ഒരിക്കലും അങ്ങനെ ആവരുത്. ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കാൻ അവർക്കിടയാവും. അവർ കിടക്കുന്ന ആ മുറിക്ക് അകത്ത് ചുറ്റും കൃഷ്ണ വിഗ്രഹം കൊണ്ട്, കൃഷ്ണ ഫോട്ടോ കൊണ്ട് നിറച്ചു വയ്ക്കണം. എങ്ങോട്ട് നോക്കിയാലും അവർക്ക് കൃഷ്ണനെ കാണാം. നമ്മൾ ചെന്നേക്കുമ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ഫോട്ടോ വരുന്നുണ്ട് കൃഷ്ണന്റെ. ഇത് അവരെ കാണിക്കണം. ഇത് കണ്ടുകൊണ്ട് പോകണം. നമ്മളെ അല്ല കാണുന്നത്, നമ്മുടെ മുഖം മറച്ചു പിടിച്ചു. മുഖം മറച്ചു പിടിച്ചിട്ട് അവരെ കാണിക്കേണ്ടതാണ്. അവർക്ക് നമ്മളെ അല്ല കാണേണ്ടത്. ഇത് നമ്മൾക്കാണ് അറിവുണ്ടാവേണ്ടത്. അതുകൊണ്ട് ഈ ഭീഷ്മരെ പോലെ തന്നെ ഇവിടെ പുറത്തുണ്ടെങ്കിലല്ലേ കാണാൻ പറ്റുള്ളൂ. അകത്ത് ചിലപ്പോൾ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷെ പുറത്ത് കണ്ടാൽ ഒരു നിമിഷമെങ്കിലും അകത്തേക്ക് അതിനെ എന്ത് ചെയ്യും? ഉള്ളിലേക്കാക്കും. അതേസമയത്ത് പുറത്ത് നമ്മളെ പോലെയുള്ള ദുഷ്ടാത്മാക്കളെയാണ് കാണുന്നതെങ്കിൽ അതേ വിചാരത്തോടെ ആയിരിക്കും ഇവർ ഈ ദേഹം വിട്ടുകൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഭീഷ്മരുടെ അന്ത്യം നമുക്കൊരു പാഠമായി മനസ്സിൽ കുറിച്ചു വയ്ക്കാം. എപ്പോഴെങ്കിലും തരം കിട്ടിയാൽ, ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അങ്ങനെ തരം കിട്ടുകയാണെങ്കിൽ ഈ ഒരു വിചാരത്തോടു കൂടി നമ്മുടെ യാത്ര പറയുന്ന നമ്മളുടെ ബന്ധുക്കൾക്ക് ശ്രീകൃഷ്ണ വിഗ്രഹത്തെ പുറത്തും അകത്തും കണ്ടുകൊണ്ട് പോകാൻ ഇടയാക്കിയാൽ അവർ അത് അങ്ങോട്ടേ പോവുകയുള്ളൂ, ഉറപ്പാണ്. തതസ്തേ കൃഷ്ണഹൃദയാഹ സ്വാശ്രമാൻ പ്രയയു. പുനഃ സ്വന്തം ആശ്രമത്തിലേക്ക് പ്രയൂഹു പോയി. പുനഃ വീണ്ടും പിന്നെ ഇങ്ങനെ സഹസ്രനാമം ചൊല്ലി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഉള്ളിൽ ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ വന്നു ചേർന്നവരെല്ലാം അവരവരുടെ ആശ്രമങ്ങളിലേക്ക് തിരിച്ചുപോയി. ശ്രീകൃഷ്ണ സ്മരണയോടെയാണ് ആശ്രമത്തിലേക്ക് പോയത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തുഷ്ടൂർം മുനയോ ഹൃഷ്ടാ കൃഷ്ണം തദ്ഗുഹ്യനാമഭി തതസ്തേ കൃഷ്ണഹൃദയാഹ സ്വാശ്രമാൻ പ്രയയു പുനാം. തുഷ്ടൂർം മുനയോ ഹൃഷ്ടാ കൃഷ്ണം തദ്ഗുഹ്യനാമഭി തതസ്തേ കൃഷ്ണഹൃദയാ സ്വാശ്രമാൻ പ്രയയു പുനാം. തുഷ്ടൂർം മുനയോ ഹൃഷ്ടാ കൃഷ്ണം തദ്ഗുഹ്യനാമഭി തതസ്തേ കൃഷ്ണഹൃദയാ സ്വാശ്രമാൻ പ്രയയു പുനാം. തതോ യുധിഷ്ഠിരോ ഗത്വാ സഹ കൃഷ്ണോ ഗജാഹ്വയം പിതരം സന്തയാമാസ ഗാന്ധാരീം ച തപസ്വിനീം. തതോ അനന്തരം യുധിഷ്ഠിരൻ ഗത്വാ പോയിട്ട് സഹ കൃഷ്ണോ കൃഷ്ണനോടൊപ്പമാണ് പോയത്. ഗജാഹ്വയം ഹസ്തിനപുരത്തേക്ക്. ഗജത്തിന്റെ പേരോടുകൂടിയ പുരമാണ് ഗജാഹ്വയം ഹസ്തിനപുരം. ഹസ്തിനപുരത്തേക്ക് കൃഷ്ണനോടൊപ്പം. തതോ യുധിഷ്ഠിരോ ഗത്വാ സഹ കൃഷ്ണോ ഗജാഹ്വയം. അനന്തരം യുധിഷ്ഠിരൻ കൃഷ്ണനോടൊപ്പം, ഒറ്റയ്ക്കല്ല, ശ്രീകൃഷ്ണനോടുകൂടി
സ്വന്തം കൊട്ടാരമായ ഹസ്തിനപുരത്തിലേക്ക് പോയി. എന്നിട്ട് പിതരം സാന്ത്വയാമാസ, പിതാവായ ധൃതരാഷ്ട്രരെ സാന്ത്വനിപ്പിച്ചു. ഈ ഒരു അനുഭവത്തോടെ പോയാലേ നമുക്ക് മറ്റൊരാളെ സാന്ത്വനിപ്പിക്കാൻ പറ്റും. ഉള്ളിലും പുറത്തും കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് വേറൊരാളെ ആശ്വസിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ അവരെ പോലെയല്ലേ നമ്മളെങ്ങനെ ആശ്വസിപ്പിക്കാൻ പറ്റും? നമുക്ക് ദുഃഖം വന്നാൽ ഇത് തന്നെ കഥ. അതേസമയത്ത് കൃഷ്ണനെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്, ഇതുണ്ടാവില്ല. അതുകൊണ്ട് പിതരം സാന്ത്വയാമാസ, പിതാവിനെ സാന്ത്വനിപ്പിച്ചു. ഗാന്ധാരിയും ച തപസ്വിനിയും, തപസ്വിനിയായ ഗാന്ധാരിയെയും സാന്ത്വനിപ്പിച്ചു. തപസ്വിനിയും ഗാന്ധാരിയും ച, തപസ്വിനിയായ ഗാന്ധാരിയെയും നല്ല സമാധാന വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഏറ്റവും കൂടി വ്യസനിച്ചിരിക്കുന്നത് ആരാണ്? ഗാന്ധാരിയാണ്. ഗാന്ധാരിയെ നല്ല വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. തതോ യുധിഷ്ഠിരോ ഗത്വാ സഹകൃഷ്ണോ ഗജാഹ്വയം പിതരം സാന്ത്വയാമാസ ഗാന്ധാരീം ച തപസ്വിനീം. തതോ യുധിഷ്ഠിരോ ഗത്വാ സഹകൃഷ്ണോ ഗജാഹ്വയം പിതരം സാന്ത്വയാമാസ ഗാന്ധാരീം ച തപസ്വിനീം. തതോ യുധിഷ്ഠിരോ ഗത്വാ സഹകൃഷ്ണോ ഗജാഹ്വയം പിതരം സാന്ത്വയാമാസ ഗാന്ധാരീം ച തപസ്വിനീം. പിത്രാചാനുമതോ രാജാം വാസുദേവാനുമോദിതാം ചകാര രാജ്യം ധർമ്മേണ പിതൃപൈതാമഹം വിഭു. പിത്രാചാനുമതോ, പിതാവിന്റെ അനുമതിയോടുകൂടി, പിതാവായ ധൃതരാഷ്ട്രയുടെ അനുമതിയോടുകൂടി രാജാവായ യുധിഷ്ഠിരൻ വാസുദേവ അനുമോദിത, ശ്രീകൃഷ്ണനാൽ അനുമോദിപ്പിക്കപ്പെട്ടുകൊണ്ട്, വാസുദേവൻ ശ്രീകൃഷ്ണൻ, വാസുദേവ അനുമോദിത, വാസുദേവനായ ശ്രീകൃഷ്ണനാൽ അനുമോദിക്കപ്പെട്ടുകൊണ്ടും രാജ്യം ചകാരം, രാജ്യത്തെ ചെയ്തു എന്ന് വെച്ചാൽ സ്വീകരിച്ചു, ഭരണം നിർവഹിച്ചു എന്നർത്ഥം. ചകാര എന്താണ്? കൃഞ്ഞധാതുവിന്റെ പരസ്പരവിധ ലിട്ടാണ്. ചകാര ചക്രദോഹു ചക്രം. രാജ്യം ചകാര, രാജ്യം ചെയ്തു, രാജ്യത്തെ പരിപാലിച്ചു. എങ്ങനെ? ധർമ്മേണ, ധർമാനുസൃതമായി. എന്താണ് ധർമ്മമെന്ന് ആര് ഉപദേശിച്ചു കൊടുത്തു? ഭീഷ്മരെ. ശരശയിൽ കിടന്ന് അവസാനം പോയി ചോദിച്ചത് വർണ്ണധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങൾ, രാജ്യധർമ്മങ്ങൾ, ഇങ്ങനെ കുറെ ധർമ്മങ്ങളാണ്. ഇതെല്ലാം വിസ്തരിച്ച് ഉപദേശിച്ചു കൊടുത്തപ്പോഴാണ് രാജധർമ്മം എന്താന്ന് ശരിക്കും മനസ്സിലായത്. രാജാവ് ധാർമ്മികമായി എങ്ങനെ രാജ്യം ഭരിക്കണം എന്ന് കാണിച്ചു കൊടുത്തു. ധർമ്മേണ പിതൃപൈതാമഹം, പാരമ്പര്യത്തെ കാണിക്കാൻ ഉപയോഗിച്ച വാക്കാണ് പിതൃപൈതാമഹം. പിതാവ്, പിതാവിന്റെ പിതാവിനെ പിതാമഹൻ എന്ന് വിളിക്കും. പിതാമഹനെ സംബന്ധിക്കുന്നതാണ് പൈതാമഹം. പിതാവിനെയും പിതാമഹനെയും സംബന്ധിക്കുന്ന പിതൃപൈതാമഹം. തന്റെ പിതാവ്, അതിന്റെ പിതാവ്, അതിന്റെ പിതാവ് എന്നിങ്ങനെ പിതാമഹന്മാർ കൊടുത്തിരിക്കുന്ന ആ ധർമ്മത്തെ പിഴയ്ക്കാതെ പാലിച്ചു. നമുക്ക് ധർമ്മം ലഭിക്കുന്നത് നമ്മളുടെ പൂർവികരിൽ നിന്നാണ്. ജ്ഞാനം ലഭിക്കുന്ന ഗുരുവിൽ നിന്നുമാണ്. ധർമ്മം ലഭിക്കുന്ന പൂർവികന്മാരായ നമ്മളുടെ പിതാമഹന്മാരിൽ നിന്നുമാണ്. അവരാണ് എങ്ങനെയാണ് ധാർമ്മികമായി ജീവിതം നയിക്കേണ്ടത് നമുക്ക് ഉപദേശിച്ചിരുന്ന അവരാണ്. ധർമ്മോപദേഷ്ടാരോ ഭവന്തി ഗുരവ എന്നാണ്. ഗുരുക്കന്മാർ ധർമ്മം ഉപദേശിക്കുന്നവരാവണം. അവർ ധർമ്മത്തെ വേണം ഉപദേശിക്കാൻ, ജ്ഞാനമല്ല അധികം ഉപദേശിക്കേണ്ടത്. ധർമ്മോപദേഷ്ടാരോ ഭവന്തി ഗുരവ. ഗുരുക്കന്മാർ ധർമ്മത്തെ ഉപദേശിക്കുന്നവരാ. അങ്ങനെ ആ പിതാമഹന്മാരുടെ ധർമ്മത്തെ പരിപാലിച്ചുകൊണ്ട് രാജ്യപരിപാലനം ചെയ്തു യുധിഷ്ഠിരൻ എന്ന്. വിഭുന്തൻ സമർത്ഥൻ, സമർത്ഥനായ യുധിഷ്ഠിരൻ. വിഭുഹു രാജ, വിഭുവായ രാജാവ്. പിത്ര അനുമതാച, പിതാവായ ധൃതരാഷ്ട്രയുടെ അനുമതിയോടുകൂടി
വാസുദേവനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുമോദനത്തോടു കൂടിയും അനുമതിയും കിട്ടി, അനുമോദനവും കിട്ടി. അനുമതി ആരിൽ നിന്നും? പിതാവിൽ നിന്നും. അനുമോദനം കൃഷ്ണനിൽ നിന്നും. രണ്ടും കിട്ടിയിട്ട് പിത്രാചാനുമതോ രാജ വാസുദേവാനുമോദിത രാജ്യം ചകാര. രാജ്യം ചെയ്തു. എങ്ങനെ? ധർമ്മ. ഈ ധർമ്മം എങ്ങനെയാണ്? പിതൃപൈതാമഹം ധർമ്മ. പിതൃപൈതാമഹമായ രാജ്യത്തെ വിഭുഹു യുധിഷ്ഠിര ചകാര ചെയ്തു അർത്ഥം. അങ്ങനെ പാരമ്പര്യമായി തനിക്ക് ലഭിച്ചതാണ്. യുദ്ധം ചെയ്ത് താൻ നേടിയെടുത്തതല്ല. യുധിഷ്ഠിരനെ സംബന്ധിച്ച് ഈ രാജ്യത്തിന് അവകാശമാണ്, പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. ഇപ്പൊ യുദ്ധം ചെയ്ത് നേടിയെടുത്ത ഒരു രാജ്യം അല്ല, പിടിച്ചെടുത്തതോ ആക്രമിച്ചെടുത്തോ കീഴ്പ്പെടുത്തിയെടുത്തോ ആയ ഒരു രാജ്യമല്ല. അപ്പൊ തനിക്ക് ഈ രാജ്യം ധാർമ്മികമായി പിതാമഹ പരമ്പരയിൽ കൂടി കിട്ടുന്നതാണ്. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? ധർമ്മത്തോട് തന്നെ അതിനെ പരിപാലിക്കണം. ധർമ്മം തെറ്റാതെ പരിപാലിക്കണം. എന്താണ് ധർമ്മം എന്ന് ഇനി ധർമ്മപത്രർക്ക് ആരോടും ചോദിക്കേണ്ടിയില്ല. ധർമ്മപത്രനാണ് എങ്കിലും ഭീഷ്മരിൽ നിന്നും ധർമ്മബോധം മുഴുവൻ കിട്ടി. ധാർമ്മികമായി രാജ്യഭരണം എങ്ങനെ നിർവഹിക്കണം എന്ന് ശരിക്കും പഠിച്ചു കഴിഞ്ഞിരിക്കാം. ഇനിയും തനിക്ക് ധാർമ്മികമായി രാജ്യത്തെ ഭരിക്കാൻ കഴിയും എന്ന് യുധിഷ്ഠിരൻ പിതൃപിതാമഹമായ കിട്ടിയ രാജ്യത്തെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടല്ലോ, അതായത് നേരിട്ട് പിതാവ് അല്ലെങ്കിൽ പോലും സ്ഥാനത്തുള്ള ആളാണ്. ആ ധൃതരാഷ്ട്രയുടെ അനുമതിയോടെയും വാസുദേവനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുമോദനവും സ്വീകരിച്ചുകൊണ്ട് ധാർമ്മികമായ യുധിഷ്ഠിരൻ രാജ്യം ഭരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഥമ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായം നമ്മുടെ ഉപസംഹരിച്ചു. പിത്രാചാനുമതോ രാജാ വാസുദേവാനുമോദിത ചകാര രാജ്യം ധർമ്മേണ പിതൃപൈതാമഹം വിഭു. 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 ഈ 9-ാം അധ്യായത്തിലാണ് വാസ്തവത്തിൽ 2 പ്രാവശ്യം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോകാൻ തുടങ്ങിയിട്ടും പറ്റാതായി. 3-ാമത്തെ പ്രാവശ്യം പോകാൻ തുടങ്ങുമ്പോഴാണ് ഭീഷ്മരുടെ അടുത്തേക്കുള്ള യാത്ര പോയത്. ആ പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ വിവരിക്കുന്ന ഈ 9-ാം അധ്യായം ഭാഗവതത്തിലെ പൂർവഭാഗത്തിലുള്ള എന്താണ് 1-ാം സ്കന്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു 3 മുഹൂർത്തങ്ങൾ. 1 ഉത്തരയുടെ ഗർഭത്തെ രക്ഷിച്ചത്, 2 കുന്തിയുടെ സ്തുതി, 3 ഭീഷ്മരുടെ സ്തുതി. ഇതുകൊണ്ട് സമ്പന്നമാണ് ഈ അധ്യായം. 50 ശ്ലോകമേ ഉള്ളൂ. അത് കഴിവതും പല പ്രാവശ്യം വായിച്ചുറപ്പിച്ചു വയ്ക്കുക. അല്ലെങ്കിൽ ഭീഷ്മസ്തുതിയും കുന്തിസ്തുതിയുമെങ്കിലും നിത്യേന ഒരു പാരായണത്തിന് 10 മിനിറ്റേ വേണ്ടുള്ളൂ കണ്ടെത്തിയാൽ അതൊരു ഉപാസനയായി നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ഇപ്പോൾ ഭീഷ്മർക്ക് കിട്ടിയ പോലെ അന്തിമ സമയത്ത് ആരും ഒന്നും പറയാതെ ശ്രീകൃഷ്ണ വിഗ്രഹം മുമ്പിലും അകത്തും പുറത്തും നമുക്ക് കണ്ടുകൊണ്ട് ജീവനെടുക്കാൻ സാധിക്കും. ഈ ഭാഗ്യം ആണ് നമുക്ക് വേണ്ടത്. അതാണ് ഭാഗവതത്തിന് കിട്ടുന്നത്. അതെല്ലാവർക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഉപസംഹരിക്കാം. നമുക്ക് അടുത്തൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയമില്ല. 5-6 മിനിറ്റേ ഉള്ളൂ. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ന് ഉപസംഹരിക്കാം. 9-ാം അധ്യായം ഇനി അടുത്ത ദിവസം ആർക്കെങ്കിലും പറയാം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന അനന്തലക്ഷ്മിയാണ് 9-ാം അധ്യായം പറയാമെന്ന് പറഞ്ഞത്. അവർക്ക് തന്നെ ആവാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും പറയാം. ഇന്ന് നമുക്കിവിടെ ഉപസംഹരിക്കാം. സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.